ഇവിടെ പാട്ട് പാടണമെങ്കിൽ ഉള്ളിൽ സന്തോഷം വേണം. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ പട്ടിണിയായിരിക്കും, എതിർപ്പായിരിക്കും, ഒറ്റപ്പെടലായിരിക്കും, നിന്ദിക്കപ്പെടുമായിരിക്കും. പാട്ടുണ്ടോ? പേടിക്കണ്ട. കാരണം നമ്മൾ ഇവിടെ പാടി ശീലിച്ചുവെങ്കിലും അവിടെ ചെന്ന് നമ്മൾ പാടാനുള്ളവരാണ്. നമ്മുടെ ഈ മരണത്തിനൊക്കെ ഓരോരുത്തർ പറയുമല്ലോ, നിത്യതയിൽ ചെന്ന് ഞാൻ കാണുന്നു, എൻ്റെ ഭാര്യ മരിച്ചിട്ട് 4 കൊല്ലം ആകും പോവാ, അവിടെ ചെന്ന് ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ പോവാന്നോ? അങ്ങനെയാണോ ചിന്തിച്ചിരിക്കുന്നത്? അയ്യോ, എൻ്റെ ഭാര്യയെ കാണാനൊന്നും പോകുമല്ലോ, ഇവിടെ ഇരുന്നിട്ട് എനിക്ക് എല്ലാവരെയും കാണാൻ ഒക്കുന്നില്ല. പിന്നെ നമ്മുടെ ഈ അവസ്ഥയ്ക്കൊക്കെ വ്യത്യാസമൊക്കെ വന്ന് തേജസ്സിൻ്റെ അങ്കിയൊക്കെ ധരിച്ച് നമ്മൾ പോകുമ്പോൾ അവിടെ ചെന്ന് ഭാര്യയും ഭർത്താവിനെയും ഒന്നും കാണാനൊന്നും ആരും വിചാരിക്കണ്ട. എനിക്കും നിങ്ങൾക്കും വേണ്ടി ചങ്ക് പിളർന്ന് ചോര ഒരുക്കി ജീവനുള്ള ദൈവത്തിന്റെ സന്താനങ്ങളാക്കിയ നമ്മളെ ആ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ അവിടെ പാടി ആരാധിക്കും. കുഞ്ഞാറേ നീ അറുക്കപ്പെട്ടു എന്ന് അവിടെ നമ്മൾ പാടും. ഇവിടെ 10, 70, 80, 90 വയസ്സിൽ നമ്മളൊന്നും വലിയ സംഭവങ്ങളല്ല. പിന്നെ നമ്മളങ്ങ് വലിയ സംഭവങ്ങളാക്കി അങ്ങ് ചിത്രീകരിക്കുക. നമ്മുടെ കർത്താവ് വേഗം വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ സഹിച്ചതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.